ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവാണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും തന്നെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവാണ്. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനോടെ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ലഡു ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിൽ 240 ml അളവ് കപ്പ്, അതിലൊരു 4 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള അവൽ, വൈറ്റ് അല്ല, ഇത് ചമ്പ അവൽ നമ്മൾ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ വാങ്ങുന്നത്. അപ്പോൾ ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒരുപാട് കൂട്ടിയിടണ്ട, ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് കരിഞ്ഞു പോകാതെ ഒന്ന് വറുത്തെടുക്കാം. ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. കയ്യിലെടുത്ത് ഇങ്ങനെ പൊടിക്കുമ്പോൾ പൊടിഞ്ഞു പോകണം. നമ്മൾ ഓഫ് ചെയ്ത് കൊടുത്താലും കുറച്ചൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ കരിക്ക് പോലത്തെ ഇളം തേങ്ങ അങ്ങനെയുള്ളതൊന്നും എടുക്കരുത്. ഇത്തിരി നല്ല മൂത്ത തേങ്ങ തന്നെ എടുക്കണം. കുറച്ച് ദിവസം വയ്ക്കാനാണെങ്കിൽ നല്ല കുറച്ച് മൂത്ത തേങ്ങ തന്നെ വേണം. ഇളം തേങ്ങയാണെങ്കിൽ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഈ കഷ്ണങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റിയിട്ട് നമുക്ക് വേറെ കറികൾക്കൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ജസ്റ്റ് ബ്രൗൺ ആയി തുടങ്ങി. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒരു 2 കപ്പ് റാഗിപ്പൊടി, കുവരക് പൊടി, ഈ ഒരു കപ്പ് 240 ml അളവ് കപ്പിൽ 2 കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിനെയും നമുക്കൊന്ന് ഫ്ലെയിം ഒരല്പം കുറച്ച് വെച്ച് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. കൊച്ചു കുട്ടികൾക്കൊക്കെ നല്ല ഒരു പലഹാരമാണിത്. അപ്പോൾ കുറുക്കൊക്കെ കഴിക്കുന്ന ആ ഒരു സ്റ്റേജ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് സ്നാക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്കും വലിയ മുതിർന്നവർക്കും എല്ലാവർക്കും തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. നല്ലൊരു മണം വരുന്നത് വരെ വറുത്തെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ അവലും തേങ്ങയും ഞാൻ രണ്ടും ഒന്നിച്ചാക്കി. ഇനി ഇതിനെ ഒന്ന് പൊടിച്ച് എടുക്കാം. നല്ല ഫൈൻ പൗഡർ വേണ്ട, കുറച്ച് ഫൈൻ പൗഡർ, ഒരല്പം തരിയൊക്കെ ആകാം. അങ്ങനെ നമുക്ക് നല്ല ഫൈൻ പൗഡർ അല്ലാതെ പൊടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ റാഗി വറുത്ത് വെച്ചിട്ടുണ്ട്, നല്ല ഫൈൻ പൗഡറാണ്. അപ്പോൾ ഇനി ഇത് അത്ര ഫൈൻ അല്ലാതെ പൊടിച്ചെടുക്കാം. ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവല് തേങ്ങ രണ്ടും കൂടെ പൊടിച്ചെടുത്ത് ഇനി നമുക്ക് ഈ കുവരപ്പൊടി, റാഗിപ്പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ കുറച്ച് ഏലക്ക കൂടെ പൊടിച്ച് അരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി ഒരു 3/4 കപ്പ് വെള്ളവും എടുത്തിട്ടുണ്ട്. ഈ ശർക്കര ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് ഈ വെള്ളം ഒഴിച്ച് ഒന്ന്
തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്കത് അരിക്കണം. അരിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് തിളപ്പിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഒരു കൈപ്പിടി കാഷ്യൂ ചെറുതായിട്ട് മുറിച്ച് ഇട്ട് കൊടുത്തു. ഇനി ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് അരിച്ചെടുക്കണം. കാഷ്നട്ട് വറുത്തെടുത്ത് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം. ശർക്കര നമ്മൾ അരിച്ചെടുത്തിട്ട് നമ്മൾ കാഷ്നട്ട് വറുത്തെടുത്ത ആ ഒരു പാനിലോട്ട് തന്നെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഈ ഒരു ശർക്കര പാനിയിൽ ഞാനൊരു 1/4 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തു. അത് ഓപ്ഷണലാണ്. അപ്പോൾ ശർക്കര പാനി ഇതുപോലെ ആയിട്ടുണ്ട്. നമ്മൾ 2 വിരലിലിങ്ങനെ തൊടുമ്പോൾ ഒരു സ്ട്രിങ്, ജസ്റ്റ് ഒരു സ്ട്രിങ്, കൂടുതൽ ഒരുപാട് സമയം ഇടരുത്. മുറുകി പോയാൽ ഇത് കൂടുതൽ ആയാൽ നമുക്ക് ഹാർഡായി പോകും. നമ്മൾ ജസ്റ്റ് ഒരു സ്ട്രിങ് വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് മാവ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശർക്കരപ്പാനി കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ലൂസായി പോകുന്നെങ്കിൽ ചേർക്കാൻ വേണ്ടിയാണ് കുറച്ച് മാവ് മാറ്റി വെച്ചിരിക്കുന്നത്. നമ്മൾ മാവ് മുഴുവനും ചേർത്ത് കൊടുത്തു. ഇനി ഒരല്പം നെയ്യ് നമ്മൾ കയ്യിൽ തൊട്ടതിന് ശേഷം നമുക്ക് ഈ ബോളുകൾ ആക്കിയെടുക്കാം. ചെറിയ ചൂടുണ്ട്. ചെറിയ ചൂട് തൊടാൻ പറ്റുന്ന ചൂടാകുമ്പോൾ നമുക്ക് ബാളുകളാക്കിയെടുക്കാം. ഇത് ഞാൻ മുഴുവനും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ചൊന്ന് നന്നായിട്ട് ഉറച്ചതിന് ശേഷം നമുക്ക് നല്ല ഒരു ഡ്രൈ ആയിട്ടുള്ള ബോട്ടിലിൽ ഇട്ട് വയ്ക്കാം. ഇത് കുറേ ദിവസം കേടുകൂടാതിരിക്കും. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.